കൃഷ്ണ ഗുരുവായൂരപ്പ. ഒരു സന്തോഷ വാർത്തയുണ്ട്. കാരണം നമ്മുടെ ഗുരുവായൂർ തൃശ്ശൂർ ട്രെയിൻ സർവീസ് വളരെ കുറവാണെന്നറിയാലോ. അപ്പം രാവിലെയുള്ള ഒരു ട്രെയിൻ ആണ് നമുക്ക് പാസഞ്ചർ ഗുരുവായൂരിലെത്താനുള്ള എന്താ പറയുക അകലെയുള്ള ആൾക്കാർക്കിടെ ഏക മാർഗം എന്ന് പറയുന്നത്. 8:45 അത് ഗുരുവായൂരിലെത്തുമ്പോൾ പിന്നീട് ആ ട്രെയിന് തന്നെ നമ്മൾക്ക് 1:25 തിരിച്ച് എറണാകുളത്തേക്കുണ്ട്. അപ്പോൾ രാവിലെ 8:45 ഗുരുവായൂർ എത്തുന്ന ആളുകൾക്ക് തിരിച്ച് ആ ട്രെയിൻ പിടിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ വളരെ കുറഞ്ഞൊരു സമയമാണ് നമുക്ക് ഗുരുവായൂർ ചെലവഴിക്കാനായിട്ട് കിട്ടുക. നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് അന്നദാനവും കഴിച്ചിട്ട് പോകാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ട്രെയിൻ നമുക്ക് മിസ്സായി പോകും. അപ്പം ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് വൈകിട്ടൊക്കെ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ഒരു ട്രെയിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള വളരെ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ അമ്മയായിട്ട് 2 മാസമായി കാണും. 2 മാസത്തിന് മുമ്പ് ഒരു തവണ എൻ്റെ അമ്മയ്ക്ക് ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പം ഞങ്ങൾ തൊഴുതു, അത് കയറി തൊഴുതു. അപ്പം അമ്മയ്ക്കൊരാഗ്രഹം, അന്നദാനം പ്രസാദം കഴിക്കണമല്ലോ. കാരണം അവിടം വരെ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു പ്രസാദം കഴിക്കാതെ പോകുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് അപ്പം ആ ഒരു ആഗ്രഹം കൂടി ഞങ്ങൾ എന്താ പറയുക വെച്ചോണ്ടിരിക്കണ്ടല്ലോ, അന്നദാനം കൂടി. കാരണം എൻ്റെ അമ്മ താമസിക്കുന്നത് എറണാകുളത്താണ്, അപ്പോൾ ആലുവ. അപ്പം അതും കൂടി എപ്പോഴെപ്പോഴും പോയി വരാൻ ഞാൻ തൃശ്ശൂരായതന്നെ എനിക്ക് എപ്പോഴും പോയി വരാം, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ആ ആഗ്രഹം കൂടി നിറവേറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അന്നദാന പ്രസാദം കൂടി കഴിക്കാനിരുന്നു. പക്ഷെ അന്ന് വളരെ വലിയൊരു ക്യൂ ആയിരുന്നു. സാധാരണ ഒരു 12:30 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ട്രെയിന് സാവധാനം പോയിട്ട് കയറി വരാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് 1:15 ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞത്. 1:30 വണ്ടി എടുക്കും, 15 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിലെത്തണം. അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ വണ്ടി പുറപ്പെടാൻ സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് 15 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അതിനുള്ളിൽ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ട്രെയിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് ഓടേണ്ട അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു 2 മാസമായിട്ടുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ ഭഗവാനോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. കാരണം എൻ്റെ ഒരു ട്രെയിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിട്ട് നമുക്ക് ഒരുപാട് സമയം ഗുരുവായൂർ ചെലവഴിച്ചിട്ട് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് അന്നദാന പ്രസാദമൊക്കെ കഴിച്ചിട്ട് പോരാനുള്ളൊരു സാവകാശം കിട്ടുമായിരുന്നല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഈ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ കാണുന്നത്. 3 ദിവസം മുമ്പ് ഇറങ്ങിയൊരു വീഡിയോ ആണ്. ഗുരുവായൂരിൽ അതായത് വൈകിട്ട് ഒരു ട്രെയിനും കൂടി, പാസഞ്ചർ ട്രെയിനും കൂടി ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വർത്തമാനമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ സന്തോഷമായി. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ കണ്ട് കേട്ട് അനുഗ്രഹിച്ച പോലെയാണ് ഒരു ട്രെയിൻ സർവീസും കൂടി വൈകിട്ട് അനുവദിച്ചിരിക്കുന്നത്. കാരണം 1:30 ഈ ട്രെയിൻ പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ട്രെയിൻ ഇല്ല. തൃശ്ശൂർ എത്തണമെങ്കിൽ നമുക്ക് ബസ് ആശ്രയിക്കണം. ബസ്സിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ, നമുക്ക് ടയേർഡും യാത്രാക്ഷീണം കൂടും. പിന്നെ എന്താ പറയുക, ബസ് ഫെയറും കൂടുതലാണ്. ഇപ്പോൾ എവിടേക്ക് പോകാനാണെങ്കിലും തിരിച്ച് നമ്മൾ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് വേറെ സ്ഥലത്തേക്കുള്ള വണ്ടി പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ നാളുകളായിട്ട് ഈ ഒരു യാത്രാ ദുരിതം ഗുരുവായൂർ വന്നവരെ അലട്ടിക്കൊണ്ടിരുന്നു. അതിനാണൊരു അറുതി ആയിരിക്കുന്നത്. എന്തായാലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കൃഷ്ണ ഗുരുവായൂരപ്പ.